പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് മമ്മൂട്ടിയെ കുറിച്ച് പറയണത് കേൾക്കാം. നമുക്ക് പറഞ്ഞിരുന്നു. അദ്ദേഹം എന്നോട് ഒരു 3/4 മണിക്കൂറോളം സംസാരിച്ചു. പക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ. മമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയൂ, പ്രതികരിക്കരുത്, കേസുമായിട്ട് മുന്നോട്ട് പോകരുത്, ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും, എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല, എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എൻ്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡായിരിക്കുമോ മമ്മൂക്ക എടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി സാൻഡ്രയുടെ ഇഷ്ടം പോലെ, ഇനി അതിനകത്ത് ഇനി ഞാനൊന്നും പറയുന്നില്ല, ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എൻ്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തിരുന്നൊരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി. ഇത്രയേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞുള്ളൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നെ ഇവിടുന്ന് തുടച്ചു മാറ്റാനായിട്ടാണ് എല്ലാവരും കൂടെ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ അദ്ദേഹത്തിന്. മോഹൻലാലിന്റെ പ്രതികരണം എന്തായിരുന്നു ചോദിച്ചതിന്റെ മറുപടി കേൾക്കാം. ലാലേട്ടൻ എന്നോട് ഈ വിഷയത്തിൽ എന്നോട് പ്രതികരിച്ചിട്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ചുറ്റും നിൽക്കുന്ന ആയിട്ടുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ ആന്റണി പെരുമ്പാവൂരായിരിക്കോ എൻ്റെ ഒപ്പം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കേണ്ട അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉണ്ടെന്ന് തന്നെയല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്. സാന്ദ്ര പറഞ്ഞു കേട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നണേ? നിങ്ങളുടെ ഒരു അഭിപ്രായം പറയും. ഞാനത് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ആരുടെ കൂടെ? സാന്ദ്രയുടെ കൂടെയാണോ അതോ മോഹൻലാലിന്റെ കൂടെയാണോ മമ്മൂട്ടിയുടെ കൂടെയാണോ? നിങ്ങളുടെ അഭിപ്രായം പറയും. ഓക്കെ.